എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നാഷണൽ ഹൈവേയുടെ ഒരവസ്ഥയാണ്. തെക്കിൽ നിന്ന് അമ്പാട്ട വഴി ചേട്ടഞ്ചാലിലേക്ക് പോകുന്ന ആ പാത എപ്പോഴും വലിയ അപകട ഭീഷണി നേരിടുന്ന ഒരു ഏരിയയാണിത്. വലിയ കുന്നുകൾക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഈ ദേശീയപാത ഒരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പാട്ടയിൽ നിന്ന് തെക്കിലേക്ക് പോകുന്ന അപ്രോച്ച് റോഡ് അത് പൂർണ്ണമായും അടക്കപ്പെട്ട രീതിയിലാണുള്ളത്. ഇപ്പോൾ തെക്കിലെന്ന ഗ്രാമവും ദേശീയപാതയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ പല റോഡുകളും, അതായത് പോക്കറ്റ് റോഡുകളുണ്ട്, അതൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതേപോലെ ഈ റോഡിൻ്റെ ഒരു വശത്ത് വലിയ കുന്നാണ്. ആ കുന്നിനിങ്ങനെ സിമൻറ്റ് പൂശിയിട്ടിരിക്കുകയാണുള്ളത്. അത് എപ്പോഴാണ് ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. പൊതുവെ ഇതിനെ അപകട മേഖലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ റോഡ് കാണുമ്പോൾ വരും കാലങ്ങളിൽ ഏറ്റവും വലിയ അപകടങ്ങൾ നടക്കാനുള്ള ഒരു മേഖലയായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് പലപ്പോഴും കാണാറുള്ളത്. അതേപോലെ തന്നെ പോക്കറ്റ് റോഡുകൾ, അതിൻ്റെ മറു സൈഡിലുള്ള വീടുകളിലേക്ക് പോകാനുള്ള പാതകൾ, മറ്റു ഉൾഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള പാതകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിനെതിരെ പ്രാദേശികവാസികളും നാട്ടിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ നിരന്തരം നിവേദനങ്ങളും അതിനെതിരെ ശബ്ദമുന്നയിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപീകരിക്കാനോ ഇന്നേ വരെ സർക്കാർ തലത്തിൽ പോലും ഒരു പ്രവർത്തനവും മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.